നമസ്കാരം. പൊളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. പോരാളി ഷാജിനെ അറിയോ? അറിയില്ല. പോരാളി ഷാജിനെ എനിക്കറിയാം. എത്ര പേരുണ്ടെന്നറിയില്ല. അത് കുറെ ആൾക്കാരുണ്ട്. ഒരാളാണോ അല്ലെങ്കിൽ കുറെ ആളുണ്ടോ? കുറെ ആളുണ്ടെന്നാണല്ലോ ഇന്നലെ ജയരാജൻ പറയുന്നത്. തമ്മന ഷാജി ഒരാളേ ഉള്ളൂ. ഈ പോരാളി ഷാജി എന്നുള്ള സൈബർ ഗുണ്ട ആയതുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഈ അജ്ഞാതരുണ്ടാവുമല്ലോ, ഈ അവിടെ ഈ ആകസ്മികമായ അടിയാണ്. ഈ മറ്റു ഗുണ്ടകളാണ് നേരിട്ട് വന്ന് അടിക്കും. സൈബർ ഇടങ്ങളിലുള്ള ആകസ്മികമായ അടിയാണ് യഥാർത്ഥത്തിൽ ഈ CPM-ന്റെ ഈ ഇപ്പോൾ ജയരാജനെ വീഴ്ത്തിയത്. ജയരാജന് മാത്രമല്ല, പലരെയും വീഴ്ത്തിയത്. കൊണ്ടോട്ടി സഖാക്കൾ, അതുപോലെ തന്നെ പോരാളി ഷാജി ഒക്കെയാണ്. പക്ഷേ അദ്ദേഹം പറയാതെ വിട്ടുപോയൊരു സൈബർ ഗ്രൂപ്പുണ്ട്, അമ്പാടി സഖാക്കൾ. അമ്പാടി സഖാക്കളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും രൂക്ഷമായി ശക്തരായി ഉണ്ടായിരുന്നു. പക്ഷേ പോരാളി ഷാജിയെ പോലെ പാർട്ടിയെ അങ്ങനെ വിമർശിക്കാറില്ല എന്നുള്ളതാണ് അമ്പാടി സഖാക്കളെ വിട്ടുകളയാനുള്ള കാരണം. ഇപ്പോൾ KK ശൈലജയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്നത് അമ്പാടി സഖാക്കൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ സൈബർ ഗ്രൂപ്പുകളാണോ CPM-നെ തകർത്തത്? ഇല്ലെന്ന്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയുന്ന ഓരോരോ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താണ് അതിലൊക്കെ, എന്താണ് നമുക്ക് എന്ത് തരത്തിലാണ് അങ്ങനെയൊക്കെ ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നത്? ഇനി അത് മാത്രമാണോ? ഇത്തരമുള്ള ആളുകൾക്ക് ക്യാപ്സൂളുകൾ കൊടുത്തോണ്ടിരിക്കുന്ന ആളല്ലേ ജയരാജൻ. ആ ജയരാജൻ തന്നെ പറയണത് ഇവരാണ് തോൽപ്പിച്ചതെന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് വേറെ ഒരു കാരണവും കിട്ടാത്തപ്പോഴത്തേക്കും, അതായത് തോൽവിയുടെ ആഴമെന്ന് പറയുന്നത് നമ്മളൊക്കെ ആരും വിചാരിക്കുന്ന, ജയരാജനും പാർട്ടിയും സുധാകരൻ പോലും വിചാരിക്കാത്ത വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ ജയിക്കുന്നു, വടകര വലിയ ഭൂരിപക്ഷത്തിൽ, കാസർഗോഡ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതിന് കാരണം ഇവരാണെന്ന് പറഞ്ഞാൽ, ഇവരാണ് എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. കാരണം യഥാർത്ഥത്തിൽ ആരാണ് ഈ ജയരാജൻ ഉൾപ്പെടെ നയിക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ഏറ്റവും നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സൈബർ ഗുണ്ടകളെ ആരാണ് രംഗത്തിറക്കിയിരുന്നതെന്നും അവർ ആരെയൊക്കെ ആക്രമിച്ചെന്നുള്ളതും കൂടി പരിശോധിക്കണം. അതെ. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവം? യഥാർത്ഥത്തിൽ P ജയരാജനും MV ജയരാജനും തമ്മിലുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ സൈബർ ഇടങ്ങളെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം പോരാളി ഷാജി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ P ജയരാജൻ്റെ അനുകൂല ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ജയരാജൻ എല്ലാ പ്രിൻ്റ് എടുത്ത് വന്നിട്ടാണ് പറഞ്ഞത്, ഇന്ന ഉണ്ടായി, ഇന്ന ആളുകൾക്കൊക്കെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ. അവർ യഥാർത്ഥത്തിൽ കൃത്യമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് പോരാളി ഷാജി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ഈ ദിവസത്തിനുള്ളിൽ നോട്ടീസ് കൊടുത്തേക്കുക. അല്ല, പോരാളി ഷാജി അല്ലല്ലോ പറഞ്ഞത് ടീച്ചറുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതും അല്ല, അതിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞത് പോരാളി ഷാജി ഒന്നും അല്ല, ഇവർ തന്നെയാണല്ലോ ഇതെല്ലാം പറയുന്നത്. പക്ഷേ അതല്ല വിഷയം. ഈ പലരുടെയും, അതായത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പാർട്ടി അണികളിൽ വലിയ രീതിയിലുള്ള ഈ മുതലാളിത്തോടുള്ള താല്പര്യം കൂടുകയും പണത്തോടുള്ള താല്പര്യം കൂടുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഷ്പ്രവണതകളിലേക്ക് പോവുകയും ചെയ്തു എന്ന് നിരന്തരമായി വിമർശിച്ചു എന്നുള്ളത് ആണ് പോരാളി ഷാജിനെ പ്രതികൂലമാകാനുള്ള ഗോവിന്ദമാഷ് പറഞ്ഞു. അതെ, അത് വേറെ രീതി പറഞ്ഞു. ഞാനത് നേരെയാക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ആഴത്തിൽ പഠിക്കും, കണ്ടെത്തും, ആഴത്തിൽ പഠിക്കും, തിരുത്തും, എന്നിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരും, എന്നിട്ട് ഇത്രയും വീണ്ടും മോശമാക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം എന്തോ അദ്ദേഹത്തിന് അത്തരത്തിൽ പറയാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി താങ്കൾ പറഞ്ഞ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ കണക്കെടുത്ത് അമ്മാനമാടിയ ദിവസമാണ് പറയുന്നത്. തോൽവി തന്നെയാണ് ജയിച്ചു പറയുന്നതിൽ ന്യായീകരിച്ചെന്നുള്ളത്. പക്ഷേ ഗോവിന്ദമാഷ് ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറച്ചൊക്കെ പോയിട്ടുണ്ട്, UDF-ലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ UDF-നാണ് ഏറ്റവും കൂടുതൽ വോട്ട് പോയതെന്നും ആ വോട്ടാണ് BJP കൂടിയതെന്ന് പറഞ്ഞാൽ CPM-ന്റെ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. ആ വോട്ട് ചോർന്നത് UDF-ലേക്ക് ചോർന്നു. UDF കുറെ വോട്ട് BJP-ലേക്ക് ചേർന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ടിട്ട് BJP-നെ സഹായിച്ചിട്ടില്ലെന്നും BJP യഥാർത്ഥത്തിൽ സഹായിച്ചിരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് UDF ജയിച്ചതും, അതുകൊണ്ട് ഞങ്ങളുടെ കൂടി വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നല്ലാണ്. അതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ UDF-നെ സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. കേരളത്തിലെ മുഖ്യ ശത്രു ആരാണ്? കേരളത്തിലെ മുഖ്യ ശത്രു ഇപ്പോഴും കോൺഗ്രസ്സാ, CPM-ന്റെ. പക്ഷെ അത് നേതാക്കന്മാരുടെ ഈ പരമ്പരാഗതമായിട്ട് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് കൃത്യമായ കാര്യം മനസ്സിലായി. എന്താണ്
ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അണികളുടെ മുഖ്യ ശത്രു ഈ നേതാക്കളാണ്. അതുകൊണ്ടാണ് ഈ സൈബർ ഇടങ്ങളെ ഇവർ ഭയക്കുന്നത്. ഇപ്പം MP ജയരാജൻ ഇത്തരത്തിലുള്ള സൈബർ ഗ്രൂപ്പുകളെ യഥാർത്ഥത്തിൽ ഭയന്നു തുടങ്ങിയത് നേരത്തെ ഇവർ തന്നെ ഉണ്ടാക്കിയ, നമ്മുടെ ഒരു ഗുണ്ടകളുടെ ചരിത്രം നോക്കിയാൽ അറിയാം. പാർട്ടി ഗുണ്ടകളുടെ ചരിത്രം എന്താണ്? പലപ്പോഴായിട്ട് പാർട്ടികൾ ഗുണ്ടകളെ ഉണ്ടാക്കും. ഒരു സമയം കഴിയുമ്പോൾ പല കേസുകളിലൊക്കെ ഇവർ പെടുന്ന സമയത്ത്, അവർക്ക് താല്പര്യമില്ലാത്ത കേസുകളിൽ പെടുന്ന സമയത്ത് ഗുണ്ടകളെ ഇവർ സ്വയം ഒഴിവാക്കും. പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കും. അവർ ഇടപെട്ട കേസുകളിലൊന്നും പോലീസിലൊന്നും സഹായം ലഭിക്കാതെ വരുന്ന സമയത്ത് അവർ സ്വതന്ത്ര ഗുണ്ടകളായി മാറും. പിന്നീട് കൊട്ടേഷൻ ടീമായി മാറും. അവര് പാർട്ടിക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും പൊതുജനങ്ങൾക്കും മൊത്തത്തിൽ എന്താവും പ്രശ്നക്കാരായി മാറുകയും പിന്നീട് പാർട്ടി ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് ഇത്തരം ഗുണ്ടകളെയാണ്. കാലകാലമായിട്ടുള്ള ഗുണ്ടകളുടെ ചരിത്രം എടുത്ത് നോക്കി നമുക്കറിയാം. ഇത് തന്നെയാണ് തിലങ്കരിക്കാരനാണല്ലോ, അതിന്റെ ചരിത്രം അറിയാം, തീർച്ചയായും അറിയുന്നുണ്ടായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ഗുണ്ടകൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം സൈബർ ഇടങ്ങളിൽ ഇവർ തന്നെ ഉണ്ടാക്കി പടച്ചു വിട്ട സൈബർ ഗ്രൂപ്പുകളും സൈബർ ഗുണ്ടകളും ഇപ്പോൾ സ്വതന്ത്ര ഗ്രൂപ്പുകളായി സ്വതന്ത്ര ഗ്രൂപ്പ് ഗുണ്ടകളായി മാറുകയും അവർ എല്ലാ ആളുകളെയും ആ അതിരൂക്ഷമായ ഭാഷയിൽ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇപ്പം ഒരു തല്ല് കിട്ടിയാൽ തല്ലിന് ചികിത്സയൊക്കെ നടത്തിയാൽ മതി. അതല്ല, ഈ തല്ലിൻ്റെ ആഘാതം എന്ന് പറയുന്നത്, സൈബർ ഇടത്തിലെ തല്ലിൻ്റെ ആഘാതം എന്ന് പറയുന്നത് വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം സൈബർ ഗുണ്ടകളെ ഇവർ ഒതുക്കാൻ വേണ്ടി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. അല്ല, അതാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ഇത്തരത്തിലുള്ള പ്രചാരണം കൊണ്ട് പാർട്ടിയുടെ ഈ അങ്ങേയറ്റത്തെ ലോയലായിട്ടുള്ള ആളുകൾ മറിച്ച് കോൺഗ്രസിന് കുത്തും എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കെന്തോ ഗുരുതരമായ കുഴപ്പം പറ്റിയെന്ന് മനസ്സിലാക്കാതെ എന്തിനാണ് വെറുതെ ഈ സൈബർ ഇടങ്ങളെ ഇങ്ങനെ അവരാണ് കുഴപ്പമുണ്ടാക്കിയത്, അവരാണ് തോൽപ്പിച്ചതെന്ന് കണ്ടെത്തുന്നത് തന്നെ ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അല്ലാതെ VN വാസവൻ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് 3-ാമത്തെ ദിവസം ഒരു വലിയ പ്രസ്താവന നടത്തി. അത് ഭയങ്കര അപകടകരമായ പ്രസ്താവന. എന്താണെന്നറിയോ? ഇടതുപക്ഷത്തിന് കോട്ടയത്ത് കിട്ടേണ്ടിയിരുന്ന പല വോട്ടുകളും BDJസിന് പോയി എന്ന് അദ്ദേഹം കണ്ടെത്തിയേക്കാണ്. ഒരു പഠനവും നടത്തിയിട്ടില്ല. ആ പാർട്ടി പഠിക്കുമെന്ന് പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ. ഒരു പഠനവും നടത്താതെയാണ് VN വാസവൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. എന്തടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ VN വാസവൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നുള്ളത് ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തോ തരത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ അപകടം ഉണ്ടതില്ല, ഇല്ലേ? അതിന്റെ വേറൊരു തരത്തിലാണല്ലോ നമ്മൾ ആലപ്പുഴയിലും കാണുന്നത്. ആലപ്പുഴയിലും വോട്ട് BJP പിടിക്കും, ശോഭാ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ വോട്ട് എവിടെ നിന്ന് ചോർന്നു? നേരത്തെ ഗോവിന്ദമാഷ് പറഞ്ഞ കണക്കിലല്ലത്. അല്ല, ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ വോട്ട് UDFൽ ചോരുകയും UDF വോട്ടുകൾ ഈ BJPക്ക് ചോർന്നു എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത കണക്കല്ല അത്. അത്തരത്തിലുള്ള കണക്കുകളൊന്നും ഇനിയോട് അവതരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ കണക്കുകൾ ഇങ്ങനെ സൂക്ഷ്മമായ അത്തരം കണക്കുകൾ അവതരിപ്പിച്ചാണ് ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നത്. അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്തായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ട്രെൻഡ്, അത് ആർക്കെതിരായിരുന്നു എന്ന് മനസ്സിലാക്കാതെ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ചെയ്ത വോട്ടാണ് എന്നൊക്കെ പറയുന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു ശ്രമം മാത്രമാണ്. അല്ല, അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ ഗോവിന്ദമാഷ് വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞ എന്താണ്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് പാർട്ടി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് താങ്കളുടെ ഭരണത്തിൽ വലിയ പ്രശ്നമുണ്ടെന്നും താങ്കൾ ഇനിയെങ്കിലും അത് തിരുത്താൻ വേണ്ടി തയ്യാറാവണമെന്ന് പറയുന്നതിന് പകരം ഇവർ മറ്റെന്തൊക്കെയല്ലോ പറയുന്നത്, പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്കാണ് പാർട്ടി നേതാക്കന്മാർ മാറുന്നത്. ഇപ്പം ദേശീയ നേതാക്കന്മാർ, അത് സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ടൊക്കെ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? പഠിക്കും, കാര്യങ്ങൾ വിശദമായി പഠിക്കും, തിരുത്തും, മാത്രമല്ല ഇത് വളരെ അപകടകരമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ അടുത്ത് ഇടപെടാൻ പറ്റാത്തതെന്നുള്ളത് വലിയ ചിന്തനീയമായ വിഷയമാണത്. സംശയമില്ല. പാർട്ടി എന്തോ വലിയ ഗുരുതരമായ പ്രശ്നത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാ പാർട്ടി പ്രവർത്തകർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി പ്രവർത്തകർ തന്നെയാണല്ലോ ഇത് മറിച്ചു കുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഹാർഡ് കോർ പാർട്ടിക്കാർ തിരിച്ചു കുത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ ഹാർഡ് കോർ പാർട്ടിക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്താണ് ഇപ്പം ഇന്നാണ് ഗോവിന്ദമാഷ് ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. എന്താണ്, ക്ഷേമ പെൻഷനുകൾ വൈകിയത് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിക്ക് കാരണമായെന്ന്. പക്ഷെ അത് മാത്രമാണ് വിഷയം. അപ്പം ഈ മറിയക്കുട്ടീൻ്റെ കേസ് നമ്മൾ അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. ഇപ്പം മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്ത് വന്നപ്പോൾ ഈ ചട്ടി എടുത്ത് വരേണ്ടത് ഇവരുടെ മക്കളൊക്കെ നല്ല നിലയിലാണെന്നും അമേരിക്കയിലാണെന്നും ഇവർ ഇത് UDFന് വേണ്ടി വിടുവേല ചെയ്യുകയാണെന്നും പറഞ്ഞ ആളാരാണ്? ഗോവിന്ദമാഷ് കൂടിയാണ്, ദേശാമാനിയാണ്. ദേശാമാനിയിലെ ആ ഒറ്റ വാർത്ത ഉണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ വലിയ രീതിയിലുള്ള
CPM വലിയ ആഘാതമായിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യബോധത്തോടു കൂടി അല്ല വിലയിരുത്തുന്നത്. അവിടെയാണ് പ്രശ്നം. അത് യാഥാർത്ഥ്യബോധത്തോട് വിലയിരുത്തിയാൽ പാർട്ടിക്ക് ഒരു തിരിച്ചു വരാനുള്ള ശക്തിയുള്ളൊരു സംഘടനയാണ് CPM. അതിനൊരു തർക്കമില്ല. അതിന് പകരം ഇങ്ങനെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത് ആത്യന്തികമായി പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണെന്ന് ഇപ്പോഴും ഇവർക്കൊന്നും മനസ്സിലാകാത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഈ സൈബർ ഗുണ്ടകൾ തോൽപ്പിച്ചു, അല്ലെങ്കിൽ മറ്റവർ തോൽപ്പിച്ചു, ആ വോട്ട് ഇങ്ങോട്ട് ചോർന്നു, എന്നിട്ട് ഈ വോട്ട് അവിടത്തേക്ക് ചോർന്നു, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മോദിക്കെതിരെ നടന്ന ഇലക്ഷനിൽ ആളുകൾ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായി കോൺഗ്രസ്സിന് പ്രിഫറൻസ് കൊടുത്തു, അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിച്ചു പോയത്. ഇത്തരത്തിലുള്ള വലിയ ആരോപണം. ഇതേ സമയത്ത് തന്നെ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി 75,000-ലധികം വോട്ടുകൾ നേടി എങ്ങനെ വിജയിച്ചു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പറയുന്നില്ല. അവിടെ എന്താ പറയുന്നത്, അവിടെ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള മുട്ടിനായ പറയുന്നത്. അതുപോലെ തന്നെ കരിവണ്ണൂർ ബാങ്കിന്റെ ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ വലിയ രീതിയിൽ തിരിച്ചടിക്ക് കാരണമായിരുന്നു. കരിവണ്ണൂർ ബാങ്കിൽ ആരാ തട്ടിപ്പ് നടത്തിയത്? എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇത്രയും കാലം ഇത് മൂടി വെച്ചത്? അതേ പറഞ്ഞ ഇപ്പോഴും ഇങ്ങനെ ഈ എന്താ നമ്മൾ പറയല്ലേ, വളരെ നിസ്സാരമായ കണ്ടെത്തലുകളാണ് ഈ സൈബർ ഇടങ്ങളിലുള്ള അറ്റാക്ക് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്നും. ഈ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ പാർട്ടി അനുഭവമുള്ള കണ്ണൂരും കാസർഗോഡും ഒക്കെ വടകരയിലും ഒക്കെ ഇത്ര ദയനീയമായി പരാജയം. കോഴിക്കോട് അവസ്ഥ MLA പോലുള്ള സ്ഥലം മാത്രമൊന്നല്ല, അവിടെ CPM ഇടതുപക്ഷത്തിന്റെ വോട്ട് ഏതാണ്ട് 40,000-40,000 വോട്ട് കൂടുതലുള്ള സ്ഥലമാണ്. എല്ലാം കൂടെ കണക്കെടുക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 1.5 ലക്ഷത്തിന് ജയിക്കുക, MK രാഘവൻ ജയിക്കുക. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള എന്താ കാരണമില്ലാത്തതുകൊണ്ട് ഒരു കാരണം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. അതിന് ഈ കണക്കും കാര്യവും ചീട്ടും ഒക്കെ ആയിട്ട് വന്ന ആരെ കാണിക്കാൻ, ആരെ ബോധ്യപ്പെടുത്താനാണ്? അണികളെ ബോധ്യപ്പെടുത്താൻ. അണികൾക്കാണ് ഒട്ടും ബോധ്യമാകാത്ത. അണികൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കൃത്യമായ എല്ലാ കാര്യങ്ങളും എല്ലാവരും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് അണികൾക്ക് ബോധ്യപ്പെടാത്ത എല്ലാ വിഷയം നേതാക്കൾക്കാരാണ് ബോധ്യപ്പെടാത്തത്. പിന്നെ പിണറായി വിജയനെടുത്ത് മിസ്റ്റർ പിണറായി വിജയൻ അല്ലെങ്കിൽ സഖാവെ, താങ്കൾക്കാണ് തെറ്റുപറ്റിയതെന്ന് കൃത്യമായിട്ട് മുഖത്ത് നോക്കിയിട്ട് പറയാൻ ആർജവമുള്ള ഒരു നേതാവ് പോലും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം പിണറായി വിജയൻ രക്ഷപ്പെട്ടു എന്ന് പറയും.